രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയോ ഒരു ടൂളോ അല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സഹായത്തിന് ഒരാൾ വിളിച്ചാൽ നമ്മൾ ഈ സർക്കാരിൻ്റെ ഈ ചുവപ്പ് നാടയുടെ നൂലാമാലകളിൽ കുരുങ്ങി അത് നമ്മൾ വൈകിപ്പിക്കുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല. കാര്യങ്ങൾ എത്ര ആയാലും ഇപ്പോഴും ആ ഒരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മാറാത്ത ആളുകളും നമ്മളോടൊപ്പം സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടൂ. ലോകം മുഴുവൻ നമുക്കെതിരെ വന്നാലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരിക്ക് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ സ്ത്രീയും ചിന്തിക്കേണ്ടതെന്ന് തോന്നുന്നു. നമസ്കാരം, വാക്കുമുറവാക്കിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ മന്ത്രിസഭയിൽ കരുത്തയായ വനിതാ മുഖം. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി, കുട്ടികളുടെ പ്രിയപ്പെട്ട തുളസി ടീച്ചർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി ശ്രീമതി കെ എ തുളസി. സ്വാഗതം മിനിസ്റ്റർ. തികച്ചും അപ്രതീക്ഷിതമാണ് എന്ന് ഒരർത്ഥത്തിൽ പറയേണ്ടി വരും അങ്ങയുടെ മന്ത്രിസഭാ പ്രവേശനം. അങ്ങ് MLA ആകുന്നു. അപ്പോഴും അതൊരു കൗതുകം നിറഞ്ഞത് തന്നെയായിരുന്നു. കാരണം കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു ജനപ്രതിനിധികളായ ദമ്പതികൾ എന്ന അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങ് മന്ത്രിസഭയിലെ അങ്ങയുടെ എൻട്രിയും വലിയ രീതിയിൽ തന്നെ ഒരു കൗതുകം, അതിനപ്പുറം ഒരു അപ്രതീക്ഷിതമൊക്കെ തന്നെയായിരുന്നു. അങ്ങ് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ ഏതെങ്കിലും ഒരു പദവി പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് പാർട്ടി കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം തന്നു. അപ്പോൾ അത് കിട്ടിയ സമയത്ത് എങ്ങനെയും ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി വിജയിച്ചു വരണം എന്നുള്ളതായിരുന്നു മനസ്സിൽ. അത് നല്ല കഠിനാധ്വാനം UDFൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ അവിടെ നല്ല MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്ത്, അതുപോലെ സ്ഥാനാർത്ഥി എന്നുള്ള നില എൻ്റെ ഭാഗത്ത് ഒക്കെ കഠിനമായിട്ടുള്ളൊരു പ്രയത്നം മണ്ഡലത്തിൽ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കോങ്ങാടിലെ ജനങ്ങൾ തന്നു. വലിയ മികച്ച ഒരു സ്വീകാര്യത എനിക്ക് മണ്ഡലത്തിൽ ലഭിച്ചു. അത് വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം അതുതന്നെയായിരുന്നു. അപ്പോൾ അതിൽ വിജയിച്ച് വരാനായിട്ട് സാധിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വരണമല്ലോ. അപ്പം അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് മന്ത്രിയായിട്ട് വരാനുള്ള ഒരവസരം ലഭിച്ചത്. അപ്പോൾ ഇപ്പോൾ മനസ്സിൽ ആ പദവി ഏറ്റവും നന്നായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലുള്ള. പട്ടികജാതി പട്ടികവർഗം പിന്നാക്ക ക്ഷേമമൊക്കെ ആകുമ്പോൾ ഈ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രദേശങ്ങളുള്ള ജില്ല കൂടിയാണ്. അപ്പോൾ അങ്ങ് ആ വകുപ്പിനെ, ആ ജില്ല മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കൈത്താങ്ങാകേണ്ട ഒരു വകുപ്പാണ് അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു വകുപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെനിക്ക് വളരെ സന്തോഷവും അഭിമാനമാണ്. കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ വന്ന് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയും, അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു വകുപ്പ് എന്ന് പറയുമ്പം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വകുപ്പ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ നമുക്ക് ആ കിട്ടിയിട്ടുള്ള അവസരത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണോ ജനങ്ങൾക്ക് സമയബന്ധിതമായിട്ട് വകുപ്പ് കൊടുക്കുന്ന സേവനങ്ങൾ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തുടക്ക ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വകുപ്പിൽ വരുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല ഏതൊരു ഫീൽഡിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ആ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ എത്രയൊക്കെ സാധ്യതകളുണ്ട്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെ പാളിച്ചകൾ പോരായ്മകൾ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കി പാളിച്ചകൾ പറ്റാതിരിക്കാനും പോരായ്മകൾ സംഭവിക്കാതിരിക്കാനും കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാനുമാണ് പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ള വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പരാജയത്തിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നേരത്തെ സംഭവിച്ച പാളിച്ചകൾ ഒരിക്കലും വരാതിരിക്കാൻ അതിനുള്ള ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച ഉണ്ടാകുന്ന ഒരു വകുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിനെ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു ഏറ്റവും ശ്രമകരമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടേത്. അപ്പോൾ എല്ലാ കാലവും കേൾക്കുന്നതാണ് ഈ SC/ST ഫണ്ട് ലാപ്സ് ആകുന്നു, അല്ലെങ്കിൽ ട്രൈബൽ ഫണ്ട് അവർക്ക് വേണ്ട രീതിയിൽ സർക്കാർ ഈ ഓരോ ബജറ്റിലും അവർക്ക് വേണ്ടത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇങ്ങനെ
ഫണ്ടുകൾ തരുന്നുണ്ട്. പക്ഷേ അത് വേണ്ട വിധം എത്തേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നുള്ളത് നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് മെഡിക്കൽ കോളേജ് വകുപ്പിൻ്റെ മാത്രം ഫണ്ട് കൊണ്ട് പടുത്തുയർത്തിയ ഒരു വലിയ സ്ഥാപനമാണ്. പക്ഷേ ഇപ്പോഴും ആ സ്ഥാപനം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അത് ഉമ്മൻചാണ്ടി സർക്കാർ ഉദ്ദേശിച്ചത്, ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു അടി പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടും പല കേസുകളും. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണോ ഇനി അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത്, ഒറ്റ ദിവസം കൊണ്ട് നമുക്കതിനെ ഒരു മാജിക്ക് നടത്തി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അതിൻ്റെ നിലവിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നതിൽ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച് എല്ലാ തരത്തിലും, അത് ഒരു വകുപ്പിൻ്റെ മാത്രം ഇടപെടൽ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. ഞാനതൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെയും ഒരു ഏകോപനം ആവശ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നടത്തിയിട്ട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, പാട്ടപ്പാടി മേഖലയിലെ വികസനമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പേപ്പറിൽ നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ കോടികളുടെ ഒഴുക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഈ പോകുന്നത് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം പല സ്ഥലത്തും ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല പല സമയത്ത്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനം അതും ഈ പദ്ധതികളുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് ആവശ്യമാണ്. അപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തും. അപ്പോൾ പ്രധാനമായി ഇവർ നേരിടുന്നൊരു വിഷയം എന്താണ്? ഒരു അടിസ്ഥാനപരമായി ഇവർക്ക് നമ്മൾ നൽകേണ്ട ഒരു ഏറ്റവും പ്രധാനമായൊരു സൗകര്യം അല്ലെങ്കിൽ ആവശ്യം എന്താണ്? അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടും ഇപ്പം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം തൊട്ട് എന്തൊക്കെയാണോ ഒരു വ്യക്തി പ്രത്യേകിച്ച് ആ വിഭാഗത്തിൽ നിന്ന് കൂടുതൽ പഠനകാലത്താണെങ്കിലും വരുമ്പോൾ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് മറ്റാരും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ആ പോകുന്ന വഴികളിൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് പല സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഈ സർക്കാരിൻ്റെ പദ്ധതികൾ താഴെത്തട്ടിലേക്ക് കൃത്യമായിട്ടും സമയബന്ധിതമായിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാവുക. അപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന ഓഫീസിൽ പോകണം, അവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്, അതാരുടെ ഔദാര്യമല്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് താഴെത്തട്ടിൽ സമയബന്ധിതമായി ഓരോ അതത് കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് നമ്മളവരെ അവബോധം നടത്തേണ്ടതുണ്ട്. പക്ഷേ പല സമയങ്ങളിലും അത് കൃത്യമായിട്ട് എത്തിക്കേണ്ട സംവിധാനങ്ങളിലൂടെ അത് പലപ്പോഴും എത്തുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് എവിടെയൊക്കെയാണോ പാളിച്ചകളുള്ളത് എന്നുള്ളത് പരിശോധിച്ച് അത് കുറച്ചുകൂടി നന്നായി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു 10-15 വർഷം ഒരു താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഈ ഷെഡ്യൂൾ കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ട്രൈബലൊക്കെ ആയാൽ പോലും ആ വിഭാഗത്തിന് വലിയ രീതിയിൽ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായിട്ടൊക്കെ ഒരു വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ? മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ജനാധിപത്യ പരിഷ്കൃത സമൂഹം അർഹിക്കുന്ന ആ ഒരു തലങ്ങളിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം കോളനികൾക്ക് ഇപ്പം ഉന്നതി എന്ന് പറഞ്ഞ് പുതിയ പേരുമാറ്റം കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ അതേ സമയത്ത് ഒരു കോളനി പോയാൽ അവർക്ക് ശുദ്ധജലം കിട്ടുന്നുണ്ടോ, അവർക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുണ്ടോ, അവർക്ക് താമസിക്കാൻ സുരക്ഷിതമായിട്ട് വീടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ കൃത്യമായിട്ട് ഡ്രോപ്പ് ഔട്ട്സ് ആവാതെ അവർക്ക് കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ വിവിധ വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിനെല്ലാം കഴിയുന്നുണ്ട് എന്ന് മനസാക്ഷി കുത്തില്ലാതെ മുൻകാലഘട്ടങ്ങളിലാണെങ്കിലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിലും അങ്ങനെ 100% പെർഫെക്റ്റായിട്ട് നടന്നു എന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം പല സ്ഥലങ്ങളിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ പഞ്ചായത്തുകളിലേക്ക് കൈമാറുന്ന ഫണ്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സർക്കാർ ഈ SC/ST കുടുംബങ്ങളുടെ ഹൗസിംഗ് എന്നുള്ള പണം അതിലേക്ക് വക മാറ്റിയപ്പോഴും അപ്പോൾ അതൊക്കെ ഒരു ശരിയായ ഒരു രീതിയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അർഹിക്കുന്ന അളവിൽ പരിഗണന ആ സമൂഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന യാഥാർത്ഥ്യം. പിന്നെ നമ്മളൊരു ഇയർ എൻഡിങ് ആകുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും എക്സ്പെൻഡിച്ചർ വരുത്തി അത് ലാപ്സായി പോവാതിരിക്കാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ്. പക്ഷേ
അത് ഏറ്റവും അത്യാവശ്യം വേണ്ട നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ മുൻഗണനാ ക്രമത്തിൽ കണ്ട് ചെയ്ത് തീർക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഈ ഒരു വകുപ്പിൽ കൂടുതൽ ഒരു കാഴ്ചപ്പാട്, അതായത് കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും ഉണ്ടായി? നിലവിൽ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന സ്കീമുകൾ, ആ സ്കീമുകൾ പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാവാം, അല്ലെങ്കിൽ ഹൗസിംഗ് മേഖലയിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലാവാം. അപ്പോൾ ഇതൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് കൂടെ മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് പോരായ്മകൾ സംഭവിച്ചു, അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഇനി നമുക്ക് ആ പോരായ്മ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യം ചെയ്യും. അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ആളുകൾ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സമയം നേരത്തെ സംഭവിച്ച പോരായ്മകൾ സംഭവിക്കാതെയും കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയിട്ടും, കാരണം ഒരു സേവനം നമ്മൾ സമയബന്ധിതമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. അവർ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് ആശ്വാസവും അവർ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരവും കണ്ടെത്താനായിട്ട് കഴിയണം. അത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സഹായത്തിന് ഒരാൾ വിളിച്ചാൽ നമ്മൾ ഈ സർക്കാരിൻ്റെ ഈ ചുവപ്പ് നാടയുടെ നൂലാമാലകളിൽ കുരുങ്ങി അത് നമ്മൾ വൈകിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു നയം അങ്ങനെയല്ല, സമയബന്ധിതമായിട്ട് ആളുകൾക്ക് സഹായം എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം. അപ്പോൾ അത് ഈ വകുപ്പിലും കൃത്യമായിട്ട് നടപ്പിലാക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും പുതിയ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ മിനിസ്റ്ററെ? ഇപ്പം നമ്മുടെ വകുപ്പിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം പ്രത്യേകിച്ച് ഇപ്പം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഇപ്പം ഈ ഗ്രാൻഡ് സംവിധാനം അതൊക്കെ സമയബന്ധിതമായിട്ട് കുട്ടികളുടെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ആ കുട്ടികൾക്ക് എപ്പോഴാണ് ഇപ്പോൾ ഒരു പുസ്തകം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ കോളേജാണെങ്കിൽ അവർക്ക് അടയ്ക്കേണ്ട ഫീസുകൾ അടയ്ക്കാൻ, ഇത് കൃത്യമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിയാലാണ് അത് അവർക്ക് സമയബന്ധിതമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് എത്തിക്കാനും, അതുപോലെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലയിൽ പോഷകാഹാരക്കുറവ് മൂലം, അട്ടപ്പാടി മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കാലാകാലങ്ങളായിട്ട് നടന്നു പോകുന്ന പദ്ധതികളാണെങ്കിലും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പല ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ മേഖലയിലുള്ള, അതായത് പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികൾ, അത് ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്ര കണ്ടവർക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? തീർച്ചയായിട്ടും കാലാകാലങ്ങളിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇനിയും പല കാര്യങ്ങളും മാറേണ്ടതുണ്ട്. പിന്നെ സമൂഹത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും പല വികലമായിട്ടുള്ള ചിന്തകളുള്ള വ്യക്തികൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. അത് വളരെ പരിമിതമായിട്ടുള്ള ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും, അത് പട്ടികജാതി സമൂഹമാണെങ്കിലും പട്ടികവർഗ്ഗമാണെങ്കിലും പിന്നാക്ക വിഭാഗങ്ങളാണെങ്കിലും അവർ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു സമൂഹമാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് പിന്നോട്ട് നിൽക്കുന്ന ആളുകളെ കൂടെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരുടെ ഒരു കണക്ക് നോക്കിയാൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഇപ്പോഴും നമുക്ക് കരുതാൻ പറ്റുമോ മിനിസ്റ്റർ? ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണെങ്കിലും ഓരോ കോളനികളിലുമുള്ള നമുക്ക് നേരിട്ട് അടുപ്പുള്ള ആളുകൾ, അവരുമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ അവർ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പം ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ കുടുംബത്തിലുള്ള പുതിയ തലമുറയ്ക്ക് ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പം അവർക്ക് ഏറ്റവും നല്ല പ്രചോദനം കൊടുക്കാനെങ്കിലും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ എന്ന് പറയുമ്പം അവർക്ക് സാമ്പത്തിക ശാക്തീകരണം ആവശ്യമാണ്. അതിപ്പോൾ ഇന്ന ഫീൽഡ് എന്നുള്ളതല്ല, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും അനുയോജ്യമായിട്ട് എന്താണോ ചെയ്യാനായിട്ട് സാധിക്കുക ആ തലങ്ങളിലേക്ക് നമ്മുടെ സർവീസ് വളർത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളേതെങ്കിലും ഒരു സർവീസ് വെച്ചിട്ട് അവരെല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരുടെ കൂടി ഇപ്പം എല്ലാവർക്കും ദൂരസ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ പോയിട്ട് ചിലപ്പം ചെയ്യാനായിട്ട് പ്രായോഗിക തടസ്സങ്ങളുണ്ടാവും. അപ്പം അത് കണ്ടെത്തി അവിടേക്ക് കൂടി നമ്മുടെ സേവനം എത്തിക്കുക എന്നുള്ളതിന് മുൻഗണന കൊടുക്കണം എന്നെനിക്ക് തോന്നുന്നു. ആദിവാസി മേഖലകളിൽ നിന്ന് എയർ ഹോസ്റ്റസ് വരെ ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്, IAS IPS ഒക്കെ എടുത്തിട്ടുള്ള പെൺകുട്ടികൾ, അവരെയൊക്കെ പക്ഷേ അത് അത്തരം വളരെ ചുരുങ്ങിയ
ഒരു കേസുകൾ മാത്രമായി ഇപ്പോഴും അത് അവശേഷിക്കുന്നു. അതൊരു വലിയ രീതിയിലൊന്ന് വിപുലമായി അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികളൊന്നും രംഗത്ത് വരുന്നത് ഇപ്പോഴും നമ്മൾ കാണുന്നില്ലല്ലോ. അത് ഇപ്പം SC/ST വിഭാഗങ്ങളുടെ പ്രശ്നം മാത്രമല്ലല്ലോ. ഇപ്പം നമ്മൾ ഏതൊരു വിഭാഗത്തിനെ എടുത്തു നോക്കിയാലും മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ നേടാൻ കഴിയാത്തത് എന്ന് തോന്നുന്ന നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കി നോക്കിയാൽ വളരെ എല്ലാ മേഖലകളിലും കുറവാണ്. അതൊരു പ്രത്യേക സമൂഹത്തിൻ്റെ മാത്രമല്ല. പിന്നെ SC/ST പിന്നോക്ക വിഭാഗം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം. മറ്റ് സമൂഹങ്ങൾ നേരിടുന്നതിനേക്കാൾ വളരെ വേദന ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കാര്യങ്ങൾ എത്ര ആയാലും ഇപ്പോഴും ആ ഒരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മാറാത്ത ആളുകളും നമ്മളോടൊപ്പം സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാങ്കേതിക രംഗത്തെ മികവും അത്തരം ഡിജിറ്റൽ വിദ്യാഭ്യാസവും ഒക്കെ തന്നെയും അവിടെ പൂർണ്ണമായും, അതായത് മറ്റു മേഖലകൾ എങ്ങനെയാണ് ഉള്ളത് അതേ രീതിയിൽ തന്നെ അവിടെയും അത്തരം എഡ്യൂക്കേഷനൊക്കെ പൂർണ്ണ തോതിൽ തന്നെ ഉള്ളതല്ലേ? അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഒരു പട്ടികവർഗ കോളനിയിൽ, ഇപ്പോൾ ഒരു അട്ടപ്പാടിയിലോ അതുപോലുള്ള ഏതെങ്കിലും ഒരു സങ്കേതത്തിലുള്ള ആളുകളുടെ കാര്യം തന്നെ നോക്കാം. ഇപ്പോൾ മറ്റ് പൊതു ഇടങ്ങളിലെ കുട്ടികൾ നല്ല നഴ്സറിയിൽ ഇപ്പം LKG UKG അത്തരത്തിലുള്ള പ്രീ സ്കൂളിംഗ് വിദ്യാഭ്യാസമൊക്കെ നേടി വരുന്ന സമയത്ത് നമ്മുടെ കോളനികളിൽ നിന്ന് വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ പ്രീ സ്കൂളിംഗ് സംവിധാനം പൂർണ്ണമായിട്ട് ഈ മറ്റ് വിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു സൗകര്യം ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ മറ്റു കുട്ടികൾ അക്ഷരം എഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ബേസ് കിട്ടി വരുമ്പോൾ ആ ബേസ് കിട്ടാത്ത കുട്ടികളാണ് ഇവിടെ വന്നിട്ട് ഒരുമിച്ച് മറ്റ് പഠനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അവിടെ കൂടി വകുപ്പ് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ആ ഒരു പ്രീ സ്കൂളിംഗ് സംവിധാനം ശക്തമാക്കിയാൽ സ്വാഭാവികമായിട്ടും വരും തലമുറയ്ക്ക് അത് വലിയ ഗുണകരമായിരിക്കും. അതായത് അംഗനവാടികൾ മുതൽ തന്നെ അത്തരം പ്രാഥമികമായ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നിലവാരം ഉയർത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുന്ന പോലൊരു സംവിധാനം ചിലപ്പോൾ നമുക്ക് കോളനി ഇടങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതുകൂടി കുറച്ച് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളുടെ തന്നെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വരണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് ഒറ്റയടിക്ക് ഞാൻ അങ്ങനെ പദ്ധതികളോ അല്ലെങ്കിൽ ഇന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നതിന് പകരം നമ്മുടെ വകുപ്പിൻ്റെ പ്രവർത്തനത്തിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും വരുത്തും. കാരണം എല്ലാ കാലങ്ങളിലും ഒരേ പദ്ധതികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ കുട്ടിക്കാലം മുതലേ ഈ രാഷ്ട്രീയത്തേക്ക്, അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണോ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഉള്ളൊരു താല്പര്യം എങ്ങനെയായിരുന്നു? അതോ അങ്ങയുടെ പിതാവ് ഒരു കോൺഗ്രസിലെ സജീവ പ്രവർത്തകനൊക്കെ ആയിരുന്നു, അങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണോ? ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കാണുന്നത് കോൺഗ്രസിൻ്റെ, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിലും വല്യമ്മയാണെങ്കിലും എൻ്റെ സഹോദരനാണെങ്കിലും ഒക്കെ കോൺഗ്രസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലും അത് തന്നെയാണല്ലോ ഉണ്ടാവുക. പിന്നെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അത് വളരെ അതിൽ സ്വാഭാവികമായിട്ടും നമ്മളതിലേക്ക് എത്തിപ്പെടും. എന്ന് വെച്ചാൽ അങ്ങനെ സജീവമായിട്ട് തിരഞ്ഞെടുപ്പുകളോ മറ്റ് സംവിധാനങ്ങളോ അതിലേക്കൊന്നും പോകാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് കക്ഷി രാഷ്ട്രീയമില്ലാത്ത കോളേജിലാണ് ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രി ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒക്കെ. പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് പോകാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചത്. കാരണം 1994 സമയത്താണ് ഞാൻ വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നാട്ടിലാണ് ഇറങ്ങുന്നത്. കാരണം പഠിക്കുന്ന കോളേജിൽ കക്ഷി രാഷ്ട്രീയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലാണ് എനിക്കതിന് അവസരം ലഭിച്ചത്. അതിനെ തുടർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, വീട് വീടാന്തരം കയറി ഇറങ്ങി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ, അങ്ങനെ പൊതു രംഗത്തേക്ക് കാലത്ത് തന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ. പിന്നീട് 2000-ൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നു. അപ്പോൾ അതിൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചു. പിന്നെ തുടർന്നുള്ള 5 വർഷം. അപ്പോൾ ഈ ഒരു KSU-കാരിയായിരിക്കുന്ന സമയത്താണോ ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത്? അല്ല, KSU കാലഘട്ടം കഴിഞ്ഞിട്ടാണ്. ശേഷം
കോൺഗ്രസ് അംഗമായിരിക്കുമ്പോൾ തന്നെ. അതെ, കോൺഗ്രസ് അംഗമായിരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ചേലക്കര ഡിവിഷനിലും മത്സരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു 5 വർഷം ഒരു ജില്ലാ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു അസംബ്ലി ഡിവിഷൻ, ഒരു അസംബ്ലി മണ്ഡലത്തിൻ്റെ പകുതിയോളം വരുന്ന ഏരിയ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഒരു ജില്ലാ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ കാണാൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനം ആ ഡിവിഷനിലെ വിവിധ തട്ടുകളിലേക്ക് എത്തിക്കാൻ, അതിനൊക്കെ കുറച്ച് ആത്മാർത്ഥമായിട്ട് ആളുകളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കൊരവസരം ലഭിച്ചു. പിന്നീട് എനിക്ക് അങ്ങനെ പുറകിലേക്ക് പോകണം, രാഷ്ട്രീയം ഉപേക്ഷിക്കണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ പക്ഷേ അതോടൊപ്പം ഞാൻ എൻ്റെ ജോലിയും ഒപ്പം കൊണ്ടുപോയി എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയോ ഒരു ടൂളോ അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അരി വാങ്ങണമെങ്കിൽ, നമ്മുടെ വീട്ടിലെ ചിലവ് നടന്നു പോകണമെങ്കിൽ നമുക്ക് വരുമാനം വേണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനമില്ല. ഞാൻ താൽക്കാലിക ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നെറ്റ് പരീക്ഷ ജയിച്ചു. അതിനുശേഷം പല കോളേജുകളിലും ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ആ വരുമാനം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം വിടാതെ കൊണ്ടുപോകാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു, അതിൽ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിനുശേഷം പിന്നെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ? അല്ല, അതിനു മുൻപ് 2001 ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നു. അപ്പോൾ അന്ന് LDF മന്ത്രിസഭ അവരുടെ പീരീഡ് കഴിഞ്ഞിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അന്ന് മന്ത്രിസഭയിലെ ഒരേയൊരു മന്ത്രി മാത്രമാണ് ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മറ്റ് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തോടാണ് ഞാൻ മത്സരിച്ചത്. വളരെ 1340 വോട്ടിനാണ് അന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. 2001 സർക്കാർ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയം. അതെ 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 2001 അന്ന് കോൺഗ്രസിന് വലിയ ചരിത്ര വിജയമായിരുന്നല്ലോ. അതെ, അതിനുശേഷം ഇപ്പോഴാണല്ലോ ഈ ഒരു വിജയം. തീർച്ചയായിട്ടും. അതിനുശേഷം അങ്ങ് 2004 ഒറ്റപ്പാലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചു. അന്ന് UDFൻ്റെ 20-ൽ 19 പേരും പരാജയപ്പെട്ടു. UDFൻ്റെ ഒരേയൊരു MP മാത്രമാണ് അന്ന് വിജയിച്ചു വന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഹമ്മദ് സാഹിബ് മാത്രമാണ് വിജയിച്ചു വന്നത്. ബാക്കി 19 പേരും പരാജയപ്പെട്ടു. ആ 19 പേരുടെ കൂട്ടത്തിൽ ഞാനും പരാജയപ്പെട്ടു. പക്ഷെ ആ സമയത്താണെന്ന് തോന്നുന്നല്ലേ വി കെ ആ ഒരു പ്രണയമൊക്കെ ഉണ്ടാകുന്നത്? അതെ, അത് ഞാൻ രക്ഷാധികാരിയായിട്ടിരുന്ന, അതായത് കമ്മിറ്റിയുടെ രക്ഷാധികാരിയായിട്ടിരുന്ന എല്ലാ ലീഡേഴ്സിനെയും പരിചയപ്പെട്ടതുപോലെ പരിചയപ്പെട്ടു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എല്ലാ ലീഡേഴ്സും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച്, അദ്ദേഹവും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോഴാണോ അദ്ദേഹത്തെ കാണുന്നത്? അത് മുമ്പ് VK ശ്രീകണ്ഠൻ നേതാവിനെ കേട്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. കാരണം ലീഡറോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ, തൃശ്ശൂരൊക്കെ നടന്ന പരിപാടികളിലൊക്കെ ഞാനിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിപാടികൾ കണ്ടിട്ടുണ്ട്, സ്റ്റേജിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമോ പരിചയമോ ഉണ്ടായിരുന്നില്ല. പിന്നീട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്താണ് പരിചയപ്പെട്ടത്. പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് നേരിട്ട് സംസാരിക്കുന്നത് ഞാൻ പരാജയപ്പെട്ട വിഷമത്തിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം എന്നോട് തുറന്നു പറഞ്ഞത്. പരാജയപ്പെട്ട് എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ട് വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു സമയത്താണ് വീട്ടിൽ വന്നു. അപ്പോൾ വന്നതിന് ശേഷം ഈ കാര്യം സംസാരിച്ചു. ആലോചിച്ച് മറുപടി പറയാം എന്ന് ഞാനും പറഞ്ഞു. കാരണം ഇലക്ഷൻ്റെ ആ സമയത്ത് നമ്മുടെ ഫോക്കസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നീട് വീട്ടിൽ ആലോചിച്ചു. അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് തന്നെ വിവാഹം നടന്നു. ശരിക്കും പാലക്കാടിൻ്റെ മരുമകളാണല്ലേ? അതെ. പിന്നീട് തൃശ്ശൂർ വിട്ടു പിന്നെ അങ്ങോട്ട് പാലക്കാട് തന്നെയാണ് സ്ഥിരതാമസം. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ സ്വന്തം വീട്ടിൽ പോവും. കാരണം വയസ്സായിട്ടുള്ള അമ്മ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അമ്മയും വല്യമ്മയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ 2017 മരിച്ചു. പിന്നെ സഹോദരിയുണ്ട്. അവർ വടക്കാഞ്ചേരി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വടക്കാഞ്ചേരിയിലേക്കാണ് അവരെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും എത്ര തിരക്കുള്ള പരിപാടികളുണ്ടെങ്കിലും ഞായറാഴ്ചകളിൽ വീട്ടിൽ പോകാനായിട്ട് ശ്രമിക്കും. ഒരു നേരമെങ്കിലും ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചിട്ട് മാത്രമേ പാലക്കാട്ടേക്ക് പോകാറുള്ളൂ. ഇടയ്ക്ക് നെന്മാറ NSS കോളേജിലെ അവർ അധ്യാപികയാകുന്ന അധ്യാപന ജീവിതവും അവിടെ പ്രിൻസിപ്പലിൻ്റെ ചുമതല വരെ വഹിച്ചിരുന്നല്ലോ. അപ്പോൾ അതും അതിനിടയിൽ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു കൊണ്ടുപോകാൻ? സമയമൊക്കെ എങ്ങനെ കിട്ടുന്നു? പ്രിൻസിപ്പൽ ചാർജ് ഇതിനിടയ്ക്ക് കുടുംബ ജീവിതം, വീട്ടുകാര്യങ്ങളും നോക്കണമല്ലോ. ഇതെല്ലാം കൂടിയൊക്കെ എങ്ങനെയായിരുന്നു? കോളേജിൽ അധ്യാപിക മാത്രമായിരുന്ന സമയത്ത്
നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുമായിരുന്നു. പിന്നീട് HOD ആയപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടി. അതിനുശേഷം 2 വർഷം പ്രിൻസിപ്പൽ ചാർജ് ആയിരുന്ന സമയത്താണ് എനിക്ക് കുറച്ച് പാർട്ടി പരിപാടികൾക്ക് കുറച്ച് ഒരു സമയത്തിൻ്റെ പ്രശ്നം എനിക്ക് നേരിട്ടത്. കാരണം 2 വർഷം പ്രിൻസിപ്പൽ ചാർജ് എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും, ശ്രദ്ധയും അതിലേക്ക് തീർച്ചയായിട്ടും എത്തും. ആ സമയത്ത് ഞാൻ ലീഡേഴ്സിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ, കാരണം ഒരു പ്രിൻസിപ്പൽ ചാർജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഉത്തരവാദിത്വമല്ലല്ലോ. അപ്പോൾ മാനേജ്മെൻറ്റ് എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോളേജിൻ്റെ NAAC അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എൻ്റെ ഞാൻ ചാർജ് ചെയ്യുന്ന സമയത്താണ് നടന്നത്. അപ്പോൾ ഒരുപാട് വർക്കുകൾ കോളേജിൽ നടത്തേണ്ടതുണ്ട്, പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് എനിക്ക് എങ്കിലും ഞാൻ പാർട്ടി പരിപാടികളിൽ എനിക്ക് കിട്ടുന്ന സമയം വെച്ച്, അത് ലീവാണെങ്കിൽ അങ്ങനെ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ അതിന് എനിക്ക് മാനേജ്മെൻറ്റിനോട് തീരാത്ത കടപ്പാടുണ്ട്. കാരണം എനിക്ക് ചാർജ് തരുമ്പോൾ തന്നെ മാനേജ്മെൻറ്റിനോട് സംസാരിച്ചു, ഇങ്ങനെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ലീവ് എടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിന് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 2019 MP ആകുന്നു. പക്ഷേ അപ്പോഴും KA തുളസി എന്ന് പറയുന്ന ഒരു അധ്യാപിക എന്നതിനപ്പുറത്തേക്കൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഭർത്താവിൻ്റെ ചൂട് പിടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ആ അരികിലേക്ക് അങ്ങനെ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെ താങ്കളുടേതായ ഒരു പൊതു പ്രവർത്തനവും പൊതുജീവിതവും ഒക്കെ ആയിട്ട് തന്നെ പോയി. അതുകൊണ്ടാണ് സ്വാഭാവികമായും അങ്ങയുടെ ഈ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ CPM പോലും അങ്ങനെ ഒരു ആരോപണമോ ഒന്നും തന്നെ ഉന്നയിച്ചില്ല. കാരണം KA തുളസിക്ക് സ്വന്തമായ വ്യക്തിത്വവും ഒക്കെയുള്ള ഒരു നേതാവ് തന്നെയാണെന്ന് പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അങ്ങനെ ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു? അത് നമ്മളെപ്പോഴും പാർട്ടി പരിപാടികളിൽ സജീവമായിട്ടിരിക്കുക, പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള കഴിവും സമയവും ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു സമയം. കാരണം അതൊരു യഥാർത്ഥത്തിലൊരു ശക്തി പ്രകടനം തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2019 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട്, അതാരും ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് പോകേണ്ടത് എന്നുള്ളതല്ല, എവിടെയാണോ നമ്മൾ പോവേണ്ടത് എന്ന് മണ്ഡലത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളത്. 2019 എനിക്ക് കോങ്ങാട് മണ്ഡലത്തിൻ്റെ ആയിരുന്നു ചാർജ്. അപ്പോൾ അത് വലിയ ഭൂരിപക്ഷം CPM-ന് കിട്ടുന്ന ഒരു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ചുമതലയായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള കുടുംബയോഗങ്ങൾ, നിരന്തരമായിട്ടുള്ള ആളുകളെ കണ്ട് UDF വിജയിച്ച് വരേണ്ടതിൻ്റെ ആവശ്യം, അത് വീടാന്തരം കയറിയിട്ടാണെങ്കിൽ അങ്ങനെ, കുടുംബയോഗങ്ങൾ വിളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ മുഴുവൻ സമയവും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് സാധിച്ചു. അത് കോങ്ങാട് മാത്രം ഒതുങ്ങി നിന്നില്ല, മണ്ണാർക്കാടും മറ്റ് മലമ്പുഴയും അങ്ങനെ എവിടെയൊക്കെയാണോ അപ്പോൾ ഒരു കുടുംബയോഗം നടക്കുന്നു, അവിടേക്ക് പ്രസംഗിക്കാൻ ഒരാളില്ല, അവിടെ 10-20 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നിട്ടില്ല. എവിടെയാണോ നമുക്ക് പോകാൻ കഴിയുക അവിടേക്കൊക്കെ ഓടിയെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. 2012 മുതൽ 2017 വരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് 2016 വരെ വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കാൻ ഒരു അവസരം ലഭിച്ചു. അത് സത്യത്തിൽ എനിക്ക് വലിയ ഒരു എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. കാരണം വനിതാ കമ്മീഷൻ എന്നുള്ളത് എത്രമാത്രം ജനകീയമാക്കാമോ അത്രമാത്രം ജനകീയമാക്കാൻ ആ പീരീഡിൽ കഴിഞ്ഞു. ഞങ്ങൾ 4 മെമ്പർമാരും ഒരു ചെയർപേഴ്സണും കൃത്യമായിട്ട് എനിക്ക് കൊല്ലം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളുടെ ചാർജായിരുന്നു. അപ്പം മുഴുവൻ സമയവും അതിനു വേണ്ടി, കാരണം പലപ്പോഴും ഈ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് കേൾക്കാൻ ആളുകളില്ല ക്ഷമയോടുകൂടി എന്നുള്ളതാണ് ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട ഈ വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ ഞാൻ കണ്ട 100 കണക്കിന് 1000 സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രവർത്തിച്ച ആ വർഷങ്ങളിലൊക്കെ തന്നെ ആ കേൾക്കാൻ കാതുകളില്ലാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവരുടെ പ്രയാസങ്ങൾ ഒരു അലോസരവും ഉണ്ടാക്കാതെ കേൾക്കാൻ ഞാൻ മുഴുവൻ സമയവും ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് ഇതൊരു പൊങ്ങച്ചമായിട്ട് പറയുകയല്ല, എനിക്ക് വളരെ എന്നെക്കുറിച്ച് അഭിമാനം തന്നിട്ടുള്ള വർഷങ്ങളായിരുന്നു അത്. അതിനുശേഷം വീണ്ടും ഈ മന്ത്രിയായി വരുമ്പോൾ ഉറപ്പായും ആ ഒരു എക്സ്പീരിയൻസ് അങ്ങേക്ക് കൂടുതൽ അതിന് മുതൽക്കൂട്ടാകും.
തീർച്ചയായിട്ടും. ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ നമുക്ക് ചാർജുള്ള ജില്ലകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കലാജ്യോതി എന്ന് പേരിട്ടിട്ടുള്ള ഒരു മറ്റേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ, അത് സെക്ഷൽ അബ്യൂസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ IT ആക്ടിനെ കുറിച്ച്, പിന്നെ കുട്ടികൾക്കെതിരെയുള്ള സൈബർ ചതികളെക്കുറിച്ച്, അതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റെല്ലാ സമൂഹത്തിൽ എന്തൊക്കെ നെഗറ്റീവായിട്ട് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പല സ്ഥാപനങ്ങളിലും നിരന്തരമായിട്ട് പോകാനും, അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന കേസുകളിൽ എല്ലാറ്റിനും ഉപരിയായിട്ട് നിഷ്പക്ഷമായിട്ട് ഇടപെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വരുന്ന കേസിൻ്റെ മെറിറ്റ് മാത്രം നോക്കി പ്രവർത്തിക്കാൻ ആ കാലഘട്ടത്തിലെ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മുടെ രാഷ്ട്രീയം കഴിഞ്ഞു, കക്ഷി രാഷ്ട്രീയം അവിടെ അവസാനിച്ചു. ഇനി നമ്മളെല്ലാവരുടെയും പ്രതിനിധിയാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി വേണം പിന്നീടുള്ള നമ്മുടെ പ്രവർത്തനം നടത്താൻ. നമ്മുടെ സർക്കാരും അതേ നയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ കക്ഷി രാഷ്ട്രീയം കഴിഞ്ഞു, നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ നീതി കൊടുക്കാൻ കഴിയും. വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും എല്ലാവരുടെയും മന്ത്രിയാണല്ലോ. അതെ. സ്ത്രീകൾ ശരിക്കും രാഷ്ട്രീയത്തിലായാലും ഒക്കെ ആയാലും എത്ര എഡ്യൂക്കേറ്റഡായ വനിതകളായാലും ഇപ്പോഴൊരു ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ? അതായത് ഇപ്പം നമുക്ക് എവിടെയാണെങ്കിലും ഒരു കസേര വലിച്ചിട്ട് നമ്മളവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ ആരും ആനയിച്ച് കൊണ്ടുപോകണമെന്നില്ല. അങ്ങനെ സമൂഹം കരുതും എന്ന് അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. നമുക്കുള്ള ഇടങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് പല തടസ്സങ്ങളും ഉണ്ടാവാം. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വേണം. അതായത് പൊതുവായിട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ അത് ഇന്ന പാർട്ടിയുടെയാണ് അല്ലെങ്കിൽ ഇന്ന വിഭാഗം അങ്ങനെ ചിന്തിക്കാൻ ഈ സങ്കുചിതമായിട്ടുള്ള ചിന്തകൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് പുലർത്താനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ സ്ത്രീകളുടെ വിഷയമാണ് എന്ന തരത്തിൽ അത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ മിസ്യൂസ് ചെയ്യാനും പാടില്ല എന്നുള്ളതും കൂടി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പം പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ മറ്റ് തലങ്ങളിലുള്ള നമ്മുടെ രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ നമുക്ക് ഒരു ബാധ്യതയോ ഒരു തടസ്സമോ ആവാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല സമയങ്ങളിലും നമ്മുടെ ചിലപ്പോൾ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ നമ്മൾ പരിഹസിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ എവിടെയാണ് വഴി, ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അവിടെ തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടൂ, ലോകം മുഴുവൻ നമുക്കെതിരെ വന്നാലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരിക്ക് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ സ്ത്രീയും ചിന്തിക്കേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ പലപ്പോഴും എല്ലാവർക്കും അത് കഴിയാത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു വീട്ടിനകത്ത് പോലും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ കഴിയാത്ത സ്ത്രീകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാകാം. കാരണം അവരെല്ലാവരും ഭയം കൊണ്ടായിരിക്കില്ല, പല തരത്തിലുള്ള ഘടകങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം. അത് തീർച്ചയായിട്ടും അവർ തന്നെ അത് തിരിച്ചറിയണം. ഇനി പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകളുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും ഇപ്പോൾ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നോക്കിയാലും, ഒരു തൊഴിലിടത്തിൽ നോക്കിയാലും, ഇപ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്ത് നോക്കിയാലും, ഏത് മേഖല എടുത്ത് നോക്കിയാലും ചിലപ്പോൾ ഒരു സ്ത്രീക്ക് തടസ്സം മറ്റൊരു സ്ത്രീ തന്നെ ആവാം. അങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല, നമുക്ക് മുന്നോട്ടുള്ള വളർച്ചയിൽ നമുക്ക് പോസിറ്റീവായി ഒരു എനർജി നമ്മൾ സ്വയം പ്രവഹിക്കാനും നമ്മളിലേക്ക് പ്രവഹിപ്പിക്കപ്പെടാനും കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെ വളർത്തിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കോളേജ് അധ്യാപികയാണല്ലോ, അപ്പോൾ ഇപ്പോഴത്തെ തലമുറയെ അങ്ങ് നോക്കിക്കാണുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ളതും ഇപ്പോഴുള്ളതുമായ പെൺകുട്ടികൾ അവരിൽ വരുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നൊരു മാറ്റം എങ്ങനെയാണ് മിനിസ്റ്ററെ? അവരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ വളരെ വളരെ നല്ലതാണ്. കാരണം അവരെല്ലാറ്റിനെയും വളരെ ഒരു ലഘുവായിട്ട് എടുക്കുന്ന, കാരണം നമ്മൾ പലപ്പോഴും സീരിയസ് ആണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം എന്നവർ ചോദിക്കും. പക്ഷേ അതേസമയം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ അവർ പറയും ഇത് ഭയങ്കര സീരിയസ് ആണ് എന്ന് പറയും. ഇപ്പോൾ ഒരു സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം, പരസ്പര സൗഹൃദം, ഇതിനൊന്നും കാലഘട്ടത്തിൻ്റെ
വ്യത്യാസം നമ്മുടെ സമൂഹത്തിലില്ല. കാരണം അത് എല്ലാ കാലഘട്ടത്തിലും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പല മാറ്റങ്ങളും വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കോളേജിലെ എൻ്റെ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർ വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ കൂടി എന്നോട് പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം വീട്ടിൽ പറയാൻ കഴിഞ്ഞില്ല, പക്ഷേ നമുക്കൊരു വിഷമം കൂടിയുണ്ട്. കാരണം ആ കുട്ടിക്ക് അതവിടെ പറയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം നമുക്ക് പെൺകുട്ടികൾ, ആൺകുട്ടികളും പറയാറുണ്ട്, പക്ഷേ കൂടുതലും പെൺകുട്ടികളും പറയും. അപ്പോൾ അവരെപ്പോഴും ഒരു ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം അധ്യാപകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം അധ്യാപകരിൽ നിന്ന് മാത്രമല്ല, ഇടപെടുന്ന എല്ലാവരിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പെൺകുട്ടികൾ പ്രത്യേകിച്ചും പ്രതീക്ഷിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. കുറച്ചുകൂടി ബോൾഡായ പെൺകുട്ടികൾ തന്നെയാണോ വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികളെ, പുതിയ തലമുറയിലെ പെൺകുട്ടികളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുതിയ പെൺകുട്ടികൾ ബോൾഡാണ്, പക്ഷേ ചില ആളുകൾ, ഞാൻ എല്ലാ ആളുകളെന്ന് പറയില്ല, ചില ആളുകൾ വിചാരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്താലേ ഞങ്ങൾ ബോൾഡാണ് എന്ന് സമൂഹം കരുതൂ എന്നുള്ളതാണ്. അത് ചിലപ്പം വസ്ത്രധാരണത്തിലാവാം, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാവാം, അല്ലെങ്കിൽ അവരിടപെടുന്ന രീതികളാവാം. ഞാൻ ഇങ്ങനെ കാണിച്ചാലേ ഞാൻ ബോൾഡാണ് എന്ന് കരുതൂ എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. കാരണം നമ്മൾ മുന്നോട്ട് പോകുന്ന വഴികളിൽ നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിലനിർത്തിക്കൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ നല്ലതിലേക്കും തെറ്റായ വഴികളിലേക്കും നയിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കാനുള്ള വിവേകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ബാധകമാണ്, ആൺകുട്ടികൾക്കും ബാധകമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കേണ്ട സമയത്ത് ആ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിൽ എടുക്കണം എന്നുള്ളതാണ്. അതാണ് ബോൾഡ്നെസ്. ഇപ്പം നമ്മളൊരു നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമുക്ക് കഴിയണം. അത് പറയാതെ മറ്റ് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ബോൾഡ്നെസ് മറ്റുള്ളവർ കരുതിയത് കൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമുക്കൊരു വിഷയമുണ്ടായാൽ അവിടെ എസ് ആണോ പറയേണ്ടത്, അവിടെ നോ ആണോ പറയേണ്ടത് എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഫോണിൽ വിളിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റൊരാളോട് അഭിപ്രായം ചോദിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കാരണം ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഇരുന്ന് കരയുന്നതിന് പകരം നമ്മൾ ആ പറയേണ്ട സമയത്ത് പറയേണ്ട മറുപടി കൃത്യമായ അളവിലും തൂക്കത്തിലും പറയാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഒരു സവിശേഷത എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇപ്പോൾ പെൺകുട്ടികളെ ഇപ്പോൾ ഒരു പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരു 20 വർഷമോ അല്ലെങ്കിൽ ഒരു 15 വർഷമൊക്കെ മുമ്പുള്ള പെൺകുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ ബോധവാന്മാർ അല്ലെങ്കിൽ ബോധവതികളാണ്. അവരതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു ധൈര്യപൂർവ്വം രംഗത്ത് വരികയൊക്കെ ചെയ്യും. ഡിസ്ക്രിമിനേഷനൊക്കെ അവർ ധൈര്യപൂർവ്വം രംഗത്ത് വരുന്നു. റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നില്ലേ? പക്ഷേ ആത്മഹത്യയിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണവും കൂടുന്നുണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ നമ്മളൊരു ബോൾഡാണെങ്കിൽ നമ്മൾ എങ്ങനെ ആത്മഹത്യയിലേക്ക് പോകും? അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു വിഷയം, ഇപ്പോൾ വിവാഹ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ തൊഴിലിടത്തിലാണെങ്കിലും നമുക്കൊരു വിഷയം വന്നു, നമുക്കതിനെ ഫേസ് ചെയ്യാൻ കഴിയണ്ടേ? ആ ഫേസ് ചെയ്യുന്നിടത്തല്ലേ നമ്മുടെ ബോൾഡ്നെസ്. ഇപ്പം വിവാഹ ജീവിതത്തിൽ നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിലൊരു വിഷയം വന്നു, എത്ര പെൺകുട്ടികളാണ്, അതും വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ ആത്മഹത്യയിലേക്ക് കടന്നുപോയത്. കാരണം അവരെ കൂടുതൽ വരികയാണ്, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരുമാനമുള്ള കുട്ടികൾ പോലും, സ്വന്തമായി ജോലി ചെയ്ത് നല്ല വരുമാനമുള്ള കുട്ടികൾ പോലും അത്തരത്തിൽ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ബോൾഡ്നെസ് എന്ന് പറയുന്നതിനെ ചില ആളുകളെങ്കിലും തെറ്റായിട്ട് കാണുന്നില്ലേ എന്നുള്ള സംശയം പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ സധൈര്യം നേരിടാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവും തീർച്ചയായിട്ടും പെൺകുട്ടികൾ നേടിയെടുക്കണം. അത് നമുക്ക് മറ്റാരും കൊണ്ടുവന്ന് നമ്മളിലേക്ക് സമ്മാനിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. തളർന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സന്നദ്ധ സംവിധാനങ്ങളിലാണെങ്കിലും നമുക്കൊരു വിഷയം വന്നാൽ നമുക്കത് പറയാനും പരിഹാരം കണ്ടെത്താനും ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ മാർഗങ്ങളിലേക്ക് തിരിയാതെ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചില ആളുകളെങ്കിലും പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ മാറ്റം വരുത്തേണ്ടതാണ്. അവസാനമൊരു ചോദ്യം, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ജനറലായി ചോദിക്കുന്നതാണ്. പൊതുവെ നമ്മളെപ്പോഴും പറയുന്നതാണ്, എല്ലാ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു വിഷയമാണ് ഈ രാഷ്ട്രീയത്തിൽ സ്ത്രീകളോട്
ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരായ സ്ത്രീകളുള്ള അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളുള്ള നാടാണ്, സംസ്ഥാനമാണ് കേരളം. അവിടെ ഈ രാഷ്ട്രീയത്തിൽ മാത്രം സ്ത്രീകളോട് ഒരു ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനെ തടയുന്നൊരു പുരുഷ മേധാവിത്വം ഏത് പാർട്ടി എന്നാലും, കോൺഗ്രസ് ആയാലും CPM ആയാലും അല്ലെങ്കിൽ BJP, അങ്ങനെ ഒന്നുമില്ല. കോമണായി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവ് അതിപ്പോഴും സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്ത് തന്നെയല്ലേ രാഷ്ട്രീയത്തിൽ വരുന്ന വനിതകൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും? എന്ന് ഞാനതിൽ കമൻറ്റ് ചെയ്യുന്നില്ല. മറിച്ച് എനിക്കതിൽ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പെൺകുട്ടികളും, ഞാൻ ആദ്യം പറഞ്ഞ അതേ സെൻറ്റൻസ് ആവർത്തിക്കുകയാണ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആരോഗ്യപരമായിട്ടുള്ള കൂട്ടായ്മ സ്ത്രീകളും പെൺകുട്ടികളും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് മുന്നോട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ വളരെ അത്യാവശ്യമാണ്. സങ്കുചിതമായിട്ട് കാര്യങ്ങളെ കാണാതെ എല്ലാവരും പരസ്പരം ആ ഒരു സഹവർത്തിത്വവും സമഭാവനയും നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ നയതന്ത്രപരമായ ഒരു മറുപടി. എന്തായാലും മിനിസ്റ്റർ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ഈ 5 വർഷം ഏറ്റവും മികച്ച രീതിയിൽ VD സതീശൻ സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിയായി, ഏറ്റവും ശക്തിയായ ഒരു വനിതാ മുഖമായി മാറട്ടെ. എല്ലാവിധമായ ആശംസകളും. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.